അവൻ പാതാളത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ, and when he came up from the grave, ഉയരത്തിലേക്ക് കയറി and പോകുമ്പോൾ, as he ascended into heaven, ചുമ്മാതെ പോയില്ല. he didn't go. അവൻ ഭക്തന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി He led the captivity captive, മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. and he gave gifts unto men. മനുഷ്യന്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടു. Man had lost the image and likeness of ദൈവം God. തീരുമാനിച്ചു തിരികെ കൊടുക്കണം. God decided to restore it, അതിനാരെ അയച്ചു? and God sent പുത്രനെ അയച്ചു. പുത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിന്റെ ഇമേജ്, സ്വരൂപവും സാദൃശ്യവുമായിരുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു വന്നു, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുമ്പോ, and as Jesus rose from the dead and was going to heaven, അവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോ, and he was ascending into heaven, എഫെസ്യർ 4:8 പറയുന്നു, Ephesians chapter 4 verse 8 says, അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. he gave gifts unto men. ദാനങ്ങളെ കൊടുത്തതിന്റെ ഒറിജിനൽ അർത്ഥം, the original meaning of this word, അവൻ രൂപവും സാദൃശ്യവും തിരികെ കൊടുത്തു. and he restored man's fallen law. അവൻ ദാനങ്ങളെ കൊടുത്തു. He gave gifts unto men. നഷ്ടപ്പെട്ട രൂപവും സാദൃശ്യവും കൊടുത്തു. He restored the lost image and likeness of man. അതിന്റെ അർത്ഥം, which means വീണ്ടെടുപ്പിലൂടെ through redemption, യേശു എന്നാ ചെയ്തേ? what did Jesus do? നഷ്ടപ്പെട്ട സാദൃശ്യം മടക്കി കൊടുത്തു. ഇതുകൊണ്ടാ നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത്, ഭൂതങ്ങൾ പുറത്തു പോകുന്നത്, എതിരുകൾ മാറുന്നത്, അത്ഭുതം. ഏതെങ്കിലും ഒരു ചെറിയ വിടുതലെങ്കിലും നിന്റെ പ്രാർത്ഥനയിൽ നടന്നെങ്കിൽ അതിന്റെ അർത്ഥം നിന്നിൽ ഇതിന്റെ അംശം ഉണ്ടെന്നുള്ളതാണ്. If there is a breakthrough you're experiencing, it's because your lost image in God has been restored. അയ്യോ എന്നെ രക്ഷിക്കണമേ എന്ന് പറയാനല്ല നീ ഇവിടെ വന്നത്. You are not here pleading like a slave saying, oh God, please save me. ഈ അധികാരത്തിൽ നിന്നുകൊണ്ട് You are going to stand in this authority, ചിലതിനോട് നോ എന്ന് പറയാം. and you can stop some things by ചിലതിനോട് authority. നിനക്ക് അനുവാദമില്ലെന്ന് പറയാം. You can stop some things because you have ചിലരുടെ മേൽ authority, ഇന്ന് പകല അധികാരം and വ്യാപരിക്കുകയാണ്. let that authority manifest on your life. അങ്ങനാണെങ്കിൽ If that's the case, 100,000 പ്രശ്നങ്ങളുമായി വന്ന നിന്നെ പരാജയപ്പെട്ടവനായിട്ടല്ല കാണുന്നത്. ഇന്ന് പകൽ മുതൽ നിന്റെ സ്റ്റാൻഡിനകത്ത് നീ എഴുന്നേറ്റ് നിന്ന് ചിലതിനോട് തടയാൻ, ചിലതിനോട് കൽപ്പിക്കാൻ, ചിലതിനോട് വേണ്ട എന്ന് പറയാൻ, ചിലതിനോട് നോ എന്ന് പറയാൻ ഇന്ന് പകൽ ചിലതിനെ അധികാരപ്പെടുത്തുകയാണ്. the Lord is anointing you with authority to stand in your identity and cancel and confront some failures and from oppressions in your life. ഈ സ്വരൂപവും സാദൃശ്യവും എങ്ങനെയാണ് ആദാമിനെ നഷ്ടപ്പെട്ടത്? How did Adam lose the image and likeness of God? പദം മറക്കരുത്. Do not forget this. തിരിച്ചറിയായ്മ കൊണ്ട്. Because he lost the awareness. ഓൾറെഡി അവന്റെ അകത്തുള്ള സാധനം ഇല്ല എന്ന് പിശാച് കളിപ്പിച്ചു. അറിവില്ലായ്മ കൊണ്ട് അവനത് നഷ്ടപ്പെട്ടു. Satan managed to convince man that he lost and he doesn't have the image and likeness of God. അറിവില്ലായ്മ, Lack of knowledge. ആപത്തിനെ വിളിച്ചു വരുത്തും. Ignorance invites trouble. അറിവില്ലായ്മ തകർച്ചയെ കൊണ്ടുവരും. Ignorance invites mishaps. എന്നാൽ യേശുവിനെ നിങ്ങൾ കർത്താവായി സ്വീകരിക്കുമ്പോൾ, But when you receive Jesus Christ as your personal savior, യേശു നിങ്ങളുടെ കർത്താവാണെന്ന് തിരിച്ചറിയുമ്പോൾ, but when you acknowledge and identify yourself as a born again Christian, നിങ്ങളിലേക്ക് അത് വീണ്ടും റെസ്റ്റോർ ആകുകയാണ്. the image and likeness of God is restored back to you. രണ്ട് കരവും ഉയർത്തി പറഞ്ഞേ. Come on, lift both your hands and say, He is Lord, He is Lord, He has risen from the dead, He is Lord. Every knee shall bow, every tongue confess that Jesus Christ is കർത്തൻ നീ. രണ്ട് കരവും ഉയർത്തി പിടിച്ചോണ്ട്, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മാടങ്ങും, come on, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. നിന്നെ രക്ഷിക്കാൻ shake your hands to ഒരു your neighbor. മനുഷ്യനും കഴിയില്ല. No man can save you. ഇവിടുന്ന് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞാ വന്നേ. എന്നാ അടുത്തത് കേട്ടോ, നിന്നെ രക്ഷിക്കാൻ യേശുവിന്റെ സഹായത്താൽ നിനക്ക് പറ്റും.
You can save yourself in Christ. ആരോ പറയുന്നു ആരുമില്ല ബ്രദറെ. You said, I have nobody, brother. ഡോണ്ട് വറി, Don't worry. ഭാരപ്പെടണ്ട. Don't be ഇന്ന് മുതൽ നിന്റെ തനി സ്വരൂപം വെളിപ്പെടാൻ പോവാ. Today you are going to acknowledge and identify നിന്റെ തനി സ്വരൂപം ദൈവത്തിന്റെ ഇമേജായ പുത്രനിലൂടെ നിന്റെ മേൽ വെളിപ്പെട്ടത് ഒരു ശാപത്തിനോ ഒരു പാപത്തിനോ ഒരു രോഗത്തിനോ ഒരു മരണത്തിനോ ഒരു ഇരുട്ടിന്റെ വ്യാപാരത്തിനോ നിന്നെ പിടിച്ചൊതുക്കാൻ പറ്റാത്തതുപോലെ you are more than a conqueror in Jesus name. നിങ്ങൾ എപ്പോഴാണോ whenever you യേശുവിന്റെ കർത്തൃത്വം സ്വീകരിച്ചത്, when you accept Jesus as your Lord and Savior, ആ കർത്തൃത്വം സ്വീകരിച്ചപ്പോൾ, when you receive Jesus as your Lord, കർത്താവായി അംഗീകരിച്ചപ്പോൾ, when you accepted him as your Lord, നിങ്ങളുടെ ലൈഫിനകത്ത് പുതിയ അർത്ഥങ്ങൾ വരികയാണ്. there is new restoration of the lost things. ശൂന്യമായ നിങ്ങളുടെ അകത്ത് The emptiness in you, ചിലത് വന്ന് നിറയാൻ തുടങ്ങി. God fills that emptiness. രക്ഷ വരാൻ തുടങ്ങി. Salvation has been restored. സ്വർഗത്തിലെ ശക്തി വരാൻ തുടങ്ങി. The power from on high came. യേശുവിനെ ഉയർപ്പിച്ച ശക്തി നിന്റെ അകത്ത് വരാൻ The തുടങ്ങി. resurrection power of Jesus is in നിന്റെ you. പേര് മാറി. Your name has been നീ changed. ദൈവ പൈതലെന്ന് അറിയപ്പെടാൻ തുടങ്ങി. And you have been recognized as a child നീ of God. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ തുടങ്ങി. You can call things into existence that don't exist. യേശുവിന്റെ നാമത്തിൽ In the name of ആ Jesus, ശക്തി നിന്റെ അകത്തിരിപ്പുണ്ട്. there is a power manifesting in you. നീ സീറോ ആന്ന് പറയാനല്ല ഇന്ന് പകൽ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. You are not a zero. You are powerful in Christ. You are more than conqueror in Christ. ദൈവത്താൽ നീ ശക്തിയുള്ളവനാ. You are powerful in Christ.